എൻ്റെ സ്കൂളിൽ ഏറ്റവും ശൂരനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗൗരവ സ്വഭാവിയായിട്ടുള്ള, അത് കാഴ്ചയിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലും അതുപോലെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഞങ്ങളുടെ ഹെഡ് മാഷ് വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പോൾ മാഷുടെ ലളിതമായ വേഷം, ഗൗരവതരമായ പെരുമാറ്റം, അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ള ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉല്ലാസം വരുന്നത് പോൾ മാഷുടെ ചുണ്ടിൽ ചെറിയ ചിരി വരുമ്പോഴാണ്. ചിരിക്കില്ല മാഷ്. വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യം പോലെയായിരുന്നു ഞങ്ങൾക്ക് പോൾ മാഷ് ചിരി. ക്ലാസ് ഇങ്ങനെ വീർപ്പടക്കിയിരിക്കും. കണക്കാണ് മാഷ് പഠിപ്പിക്കുക. മാഷ് കണക്ക് പഠിപ്പിച്ചാൽ പിന്നെ തോൽക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. എനിക്ക് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള കണക്കിലാണ്. മാഷ് അത്രയും വിദഗ്ധനായിരുന്നു അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയത്തിൽ. മാഷുടെ ഗൗരവപ്രകൃതിയും മാഷുടെ തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകളും ആ കണ്ണുകളിലെ തെളിഞ്ഞു വരുന്ന ശാസനാഭാവവും അതുപോലെ തന്നെ സ്നേഹഭാവവും ഒക്കെ ഇപ്പോൾ ഓർക്കുകയും മാഷിൻ്റെ അടുത്തിരിക്കുമ്പോൾ അതൊക്കെ ഓർക്കുകയും മാഷുടെ പഴയ കുട്ടിയായിട്ട് മാഷുടെ അടുത്ത് എനിക്കിങ്ങനെ ഇരിക്കാൻ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം ഞാൻ വളരെയധികം ഭക്തിയാദരങ്ങളോടുകൂടിയാണ് ഇരിക്കുന്നത്. മാഷൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. സാറാ പഠിച്ചിരുന്ന കാലം ഓർമ്മയുണ്ട് അല്ലേ? ഡാൻസിന്റെ പരിപാടികളും എല്ലതും അന്ന് നമ്മൾ ടാബ്ലോ കൊണ്ടുപോയില്ലേ മാഷെ? ജീമുദവാഹനൻ. അതെ, അത് ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവലിനെ കൊണ്ടുപോയിട്ട് അതിൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. പ്രൈസ് കിട്ടി. അതുപോലെ ഗ്രൂപ്പ് ഡാൻസിന് പ്രൈസ് കിട്ടി. അതുപോലെ അക്കാഡമിക് ആക്ടിവിറ്റീസിലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നിരുന്നു. മാത്രമല്ല എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തിരുന്നു. എല്ലാ അന്തസ്സായിട്ട് പെരുമാറിയിരുന്നു. നല്ല സ്നേഹവും നല്ല സന്തോഷത്തിലുള്ള കാലഘട്ടമായിരുന്നു. അതുപോലെ പഠിക്കാനും ഞാൻ പഠിക്കായിരുന്നില്ലേ? അതെ, കൽവി സൈഡിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 4 മക്കളാണ്. എനിക്ക് 2 അനിയത്തിമാർ, ഒരു സഹോദരൻ. അനിയത്തിമാർ 2 പേരും ടീച്ചേഴ്സാണ്. ഒരാളതിൽ പ്രിൻസിപ്പലാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചർ ഫാമിലിയാണെന്ന് പറയാം. ഞങ്ങൾ മക്കളും മക്കളുടെ മക്കളും എല്ലാം കൂടി, മരുമക്കളും എല്ലാം കൂടി ഒരു 10-17 ടീച്ചർമാരുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ടീച്ചർ ഇയാളാണ്. ഇതെൻ്റെ സഹോദരൻ്റെ മകനാണ്. അയാൾ BSc നഴ്സിങ്ങിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയൻ ടീച്ചറല്ല. അയാൾ ഊർജ്ജ ഗവേഷണ രംഗത്ത് ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിൻ്റെ ചില നേട്ടങ്ങൾ ഈ അടുത്ത കാലത്ത് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അനിയൻ പിന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള, പിന്നെ വളരെ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന, വിറക് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ചില അടുപ്പിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിലാണ് അയാൾ മുഴുകിയിരിക്കുന്നത്. എൻ്റെ ബ്രദറിൻ്റെ പേര് ഡേവിസ്. നമ്മൾ കാണുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയിട്ടുള്ള ചേച്ചിയുടെ മുമ്പ് എനിക്ക് പരിചയമുള്ളൊരു ചേച്ചി. കുറേ കുട്ടികളെ ചുറ്റുമിരുത്തി നുണക്കഥകൾ പറയുന്ന സാറ ജോസഫ്. അതിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഥയുണ്ട്. ഉരുണ്ട് വരുന്ന മത്തങ്ങ മുറിച്ച് കൊല്ലല്ലേ എന്നുള്ളൊരു നുണക്കഥ. ആ നുണക്കഥകൾ പറഞ്ഞ ചേച്ചിയാണ് ഇന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയിട്ടുള്ള സാറ ജോസഫ്. പിന്നെ ചേച്ചിയെ കുറിച്ച് ഏറ്റവും ആരാധനയോടുകൂടി കാണുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ സമയത്തുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകൾ, ശരിയുടെ പക്ഷത്ത് നിന്നുള്ള ഇടപെടലുകളാണ് എനിക്ക് ചേച്ചിയെ കുറിച്ചുള്ള ഏറ്റവും മതിപ്പുള്ളൊരു സംഭവം. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിലും അതിനും പുറമെ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും അമ്മ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് 3 കുട്ടികളാണ്. ഈ 3 കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കുന്ന സമയത്തിൽ നിന്ന് എടുത്ത് അനേകായിരം കുട്ടികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ അതിന് വേറൊരു രീതിയിലുള്ള ഫലം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തങ്ങളുടെ കുട്ടികൾക്ക് മുഴുവൻ സമയവും മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് പിന്നെ അവരെ പോറ്റി പുലർത്തുന്ന തരം വീട്ടമ്മമാരെ ഇപ്പോൾ അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലി ചെയ്താൽ മാത്രമേ ഫാമിലി മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. എനിക്കാണെങ്കിൽ കുറേ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളും കൂടിയുണ്ട്.
എഴുത്തിന് വിനിയോഗിക്കുന്ന സമയം, അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരുന്ന സമയം. എൻ്റെ കുട്ടികൾ 3 പേരും ഇപ്പോൾ മുതിർന്ന കുട്ടികളാണ്. പിന്നെ ഗീത, മൂത്ത മകള് ഗീത, അവൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലാണ്. ഇപ്പോൾ ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നു, പാലക്കാട് ജില്ലയിൽ. അതുപോലെ രണ്ടാമത്തെ മകൻ പോണ്ടിച്ചേരിയിലാണ്. അയാൾ തിയേറ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് BTA കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നുള്ള BTA കഴിഞ്ഞിട്ട് ഇപ്പോൾ പോണ്ടിച്ചേരിയിലെ ആദിശക്തി തിയേറ്ററിൽ റിസർച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ മകളാണ് സംഗീത. അവൾ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. പിന്നെ സംഗീതയുടെ മോളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. മറ്റു കുട്ടികൾക്ക് വരാൻ സൗകര്യമില്ല. മൂത്ത മകളുടെ ഭർത്താവ് ശശി, MG ശശി, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഡോക്യുമെൻ്ററിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് MG ശശി. അതുപോലെ രണ്ടാമത്തെ സംഗീതയുടെ ഹസ്ബൻഡ് എൻജിനീയറാണ്. പിന്നെ മകൻ്റെ ഭാര്യ, ആ കുട്ടി പിന്നെ മോഹിനിയാട്ടം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അവൾ ഇപ്പോൾ മകൻ്റെ കൂടെ പോണ്ടിച്ചേരിയിൽ തന്നെ ആദിശക്തിയിൽ വർക്ക് ചെയ്യുന്നു. സംഗീത ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകളും എൻ്റെ സ്റ്റുഡൻറ്റും സുഹൃത്തും ഒക്കെയാണെന്ന് പറയാം. പിന്നെ അവരെ മോള് മേധ ശ്രീനിവാസൻ. മേധയ്ക്കും സംഗീതയ്ക്കൊക്കെ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഒരു അമ്മ എന്നുള്ള നിലയേക്കാൾ കുറേ കൂടി ഞങ്ങളുടെ അടുത്തൊരു ഫ്രണ്ടിനെ പോലെയാണ് അമ്മ എപ്പോഴും പെരുമാറാറുള്ളത്. ഞങ്ങൾ 3 പേരുടെ അടുത്ത് വരും. നല്ലൊരു ഫ്രണ്ട്, എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുക, നല്ലൊരു ഗൈഡ് ലൈൻ തരിക. പിന്നെ അമ്മയ്ക്ക് എപ്പോഴുള്ള വിഷമമാണ് നേരത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് മക്കളുടെ അടുത്ത് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. പക്ഷെ അതത്ര ശരിയാന്ന് തോന്നുന്നില്ല. കാരണം അമ്മ എല്ലാ ജോലിയുടെയും തിരക്കിലേക്ക് ഇടയിലാണ് ഈ എഴുത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നത്. സ്ഥലനാമ ചരിത്രത്തിലൊന്നും കോക്കാഞ്ചിറയുടെ പേര് കാണില്ലായിരിക്കാം. എന്നാലും കോക്കാഞ്ചിറയും ചരിത്രമുള്ളൊരു സ്ഥലം തന്നെയാണ്. ചരിത്രാതീത കാലത്തും അതവിടെ ഉണ്ടായിരുന്നു. അനേകം കോടി കാറ്റുകൾ അതിൻ്റെ മീതെ വീശിപ്പോയി. അത്ര തന്നെ മഴകളും പെയ്തു. ഉത്ഖനനങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. ഏറെ താഴ്ത്തിയാൽ അസ്ഥികൂടങ്ങൾ പൊങ്ങിവരും. കോക്കാഞ്ചിറയ്ക്ക് ഒറ്റ ചരിത്രമല്ല ഉള്ളത്, അനേകങ്ങളാണ്. ആനിയുടെ മനസ്സ് പറഞ്ഞ കഥ. കുഴിച്ചു നോക്കിയാൽ ചരിത്രം കാണാം, കുട്ടിപ്പാപ്പൻ പറഞ്ഞു. ആനിയുടെ മനസ്സ് പറയുന്നു, വിലപിടിപ്പുള്ളതെല്ലാം മണ്ണിനടിയിൽ കിടക്കുകയാണ്. വിലപിടിപ്പുള്ള ആൾക്കാർ, ചിന്തകൾ, സ്വപ്നങ്ങൾ, അവയാണ് പിന്നീട് മാണിക്യക്കല്ലുകളായി മാറുന്നത്. എന്നാൽ തീരെ വിലയില്ലാത്ത ആളുകളും ഉണ്ട്. അമ്മാമ്മ കാക്കാശിന് വിലയില്ലാത്തവർ എന്ന് വിശേഷിപ്പിക്കുന്ന തരം ആൾക്കാർ. അവർ എത്ര കാലം മണ്ണിനടിയിൽ കിടന്നാലും മാണിക്യക്കല്ലുകളായി മാറില്ല. മണ്ണിന് മീതെ കിടന്ന് പതുക്കെ ചീഞ്ഞ് അലിഞ്ഞ് പോകും. ആലാഖയുടെ പെൺമക്കൾ എന്ന നോവലിലെ കോക്കാഞ്ചിറയുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് ആനി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം രൂപപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കഥയാണ് ഈ വായിച്ചത്. തോട്ടികൾ ജീവിക്കുന്നൊരു കോളനി, അതിനോട് തൊട്ട് ചേർന്ന് ഒരു ശവം മറവ് ചെയ്യുന്നൊരു ശ്മശാനം, ഇതിന് രണ്ടിൻ്റെയും നടുവിലായിട്ട് ഒരറവുശാല എന്നിങ്ങനെ ഒരു പ്രത്യേക ഒരു കിടപ്പാണ് ആ ഒരു പ്രദേശത്തിന് ഉള്ളത്. ആ ഭാഗത്തെ മനുഷ്യരും അവരെ തൊട്ട കൈ കഴുകണം എന്ന് വിശ്വസിക്കുന്ന സ്കൂൾ അധ്യാപികമാരും അങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക ലോകം, ആ ലോകത്തിൻ്റെ മിടിപ്പുകളും അതിൻ്റെ സൂക്ഷ്മഭാവങ്ങളുമാണ് അലാഖയുടെ പെൺമക്കളിൽ രേഖപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ മനുഷ്യർ എന്ന് അവരെ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു കുഴിയിലേക്ക് വലിച്ചു താഴ്ത്തിയിടാൻ പോലും ആളില്ലാത്തവർ, കരയാനൊരു കുരുവി പോലും ഇല്ലാതെ കോക്കാഞ്ചിറയിലേക്ക് ശവങ്ങളായി അവർ വന്നുപോയി. പണിയില്ലാത്തവർ, അമ്പലമില്ല.